കോൺഗ്രസ് സംഘടനാ തർക്കങ്ങൾക്കിടയിൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19 നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറത്തിറക്കി. LDF അവിശ്വാസത്തെ കോൺഗ്രസിന്റെ 4 കൗൺസിലർമാർ പിന്തുണച്ചതോടെയാണ് UDFന് ഭരണം നഷ്ടമായത്. 17 പേരുടെ പിന്തുണയിലാണ് LDFന്റെ അവിശ്വാസം പാസ്സായത്. 4 കോൺഗ്രസ് കൗൺസിലർമാർ പാർട്ടി വിപ്പ് ലംഘിച്ച് LDF അവിശ്വാസത്തെ പിന്തുണച്ചു. പാർട്ടി വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാർക്കുമെതിരെ നിയമ നടപടിയെടുക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒന്നും സംഭവിച്ചില്ല. കൗൺസിലർമാർക്കെതിരെ നിയമ നടപടിയെടുക്കരുതെന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട്. DCC, KPCC നേതൃത്വങ്ങൾക്ക് പോലും പാലാ നഗരസഭ കീറാമുട്ടിയായി നിൽക്കുമ്പോഴാണ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് വിപ്പ് ലംഘിച്ച കോൺഗ്രസ് കൗൺസിലർമാരുടെ നീക്കം. LDF കൗൺസിലർമാരുടെ പിന്തുണയിൽ UDF സ്വതന്ത്രയായ മായ രാഹുലും 4 കോൺഗ്രസ് കൗൺസിലർമാരും ഉൾപ്പെടുന്ന കൂട്ടായ്മ ഭരണത്തിലേറിയേക്കും. കോൺഗ്രസിനുള്ളിലും UDFലും ഭിന്നത രൂക്ഷമാകാനും ഇത് വഴിവെക്കും. DCC നേതൃത്വം സമയോചിതമായി ഇടപെട്ട് കോൺഗ്രസ് കൗൺസിലർമാരും സ്വതന്ത്ര മുന്നണിയുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ചില്ല എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിമർശനം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം, പിതാവ് ബിനു പുളിക്കക്കണ്ടം, സഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവരാണ് സ്വതന്ത്ര മുന്നണിയിലെ ഒരു വിഭാഗം. സ്വതന്ത്ര മുന്നണിയും ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാരും തമ്മിലുള്ള തർക്കങ്ങളാണ് പാലാ നഗരസഭയിൽ ഭരണ പ്രതിസന്ധിക്ക് വഴിവെച്ചത്. കൈരളി ന്യൂസ്, കോട്ടയം.